പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഹെവൻലി മാസ്റ്റർ സ്പോട്ട് എന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യനന്ദനായ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ നാളുകളിലൊക്കെ ചിന്തിച്ച പല കാര്യങ്ങളുണ്ട്, റെവലേഷൻസ് ഉണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ പിന്നിലുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. ഈ ലൈവ് പ്രതീക്ഷിച്ച് ഇത് സമയം കണ്ടെത്തി കേൾക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതം മാറിയിട്ടുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കിനകത്തും ഒരു ലാഭ ഇച്ഛ നോക്കാതെ, ഒരു സാമ്പത്തികം നോക്കാതെ, എൻ്റെ സമയം മാറ്റിവെച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ ലൈവിൽ കൂടി ദൈവവചനത്തെ ഷെയർ ചെയ്യാൻ, സത്യവചനത്തെ ഷെയർ ചെയ്യാൻ സർവകൃപാലുവായ ദൈവം അടിയനെയും ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് മഹാരാജാവ് തൻ്റെ എഴുത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ അറിയുന്നു. ദൈവം നമ്മുടെ നേച്ചർ അറിയുന്ന ദൈവമാണ്. ഞാനിന്ന് മനോഹരമായ ഒരു കാര്യത്തെ നിങ്ങളുടെ മുമ്പേ, ഒരു ഫ്രൂട്ടിനെ പൊളിച്ച് അതിൻ്റെ അകത്തുള്ള സീഡ് നിങ്ങൾക്ക് തരുന്നത് പോലെ തരുവാൻ പരിശുദ്ധാത്മാവിൽ നിറവോടെ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ, വളരെ ശാന്തതയോടെ നിങ്ങൾ കേൾക്കണം. ഒരു ഡിസ്റ്റർബൻസിൽ ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ കേൾക്കരുത്. വളരെ ശാന്തതയോടെ, പ്രാർത്ഥനയോടെ ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം നമ്മൾ കർത്താവിൻ്റെ തിരുവെഴുത്തുമായി നമ്മൾ നടക്കുകയാണ്. കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ വാക്യത്തെ, നമ്മളത് സങ്കീർത്തനം 103:14 വാക്യമാണ്. ആ വാക്യത്തിൽ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, ദൈവം നമ്മുടെ നേച്ചർ അറിയുന്നു, നമ്മൾ പൊടി എന്നവൻ അറിയുന്നു എന്നാണ് ആ വാക്യം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പൂർണ്ണമായി എല്ലാം അറിയാം എന്നതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ ബ്രെയിന് 80% മനുഷ്യൻ്റെ ബ്രെയിൻ കള്ളം മാത്രം, നെഗറ്റീവ് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. നിങ്ങളൊരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് നെഗറ്റീവ് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവൻ്റെ ബോഡി അങ്ങനെയാണ്. ഇത് ദൈവത്തിന് അറിയാമെന്ന് ദാവീദ് റെവലേഷൻ പറഞ്ഞിരിക്കുക. നമ്മുടെ ഈ കാര്യങ്ങൾ മുഴുവനും ദൈവത്തിനറിയാം. അതുകൊണ്ടല്ലേ കർത്താവ് മനുഷ്യരൂപത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മനുഷ്യനെ 80% ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നത് നെഗറ്റിവിറ്റിയാണ്. കാരണം അവൻ ഈ ലോകത്തിൽ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെയാണ് അവൻ്റെ ബ്രെയിനിനെ, ശരീരത്തെ. ബ്രെയിനാണ് ഒരു മനുഷ്യൻ്റെ, നിങ്ങൾക്കറിയാം, ഫങ്ഷൻ ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ കമ്പ്യൂട്ടർ. ബ്രെയിൻ പറയുന്നത് പോലെ നമ്മൾ കേൾക്കത്തുള്ളൂ. ഒരു മനുഷ്യനെക്കുറിച്ച് വേറൊരു മനുഷ്യനോട് കള്ളം പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് വിശ്വസിക്കും. പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നത്, ഞാൻ പറയും കാണാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഈ പുള്ളി പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മ വരും. കാരണം നമ്മുടെ ബ്രെയിൻ അതിനെ വിശ്വസിക്കുകയാണ്. ഏറ്റവും കൂടുതൽ BP, ഷുഗർ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് സ്ട്രെസ്സിൽ കൂടെയാണെന്ന് നമുക്കറിയാം. മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ BP കൂടുന്നു. ഷുഗർ ഉള്ള ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് ഷിവറിങ് ഉണ്ടാകുന്നു. ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇതെല്ലാം കേൾവിയിൽ കൂടെയും ഇമോഷൻസിൽ കൂടെയാണ് വരുന്നത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ഇമോഷനിലല്ല. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ ഇമോഷണലി അല്ല. ഞാനത് മുമ്പോട്ട് പറഞ്ഞുതരാം. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം.
ഈ മനുഷ്യൻ്റെ 80% ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്യാൻ, അബ്സോർബ് ചെയ്യാനാണ്, സ്വീകരിക്കാനാണ്. നമ്മളിവിടെ നിന്ന് നേരെ തിരുവെഴുത്തിലേക്ക് പോയാൽ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നിൻ്റെ പാപം മുഴുവനും ക്ഷമിച്ചു കഴിഞ്ഞു. നിൻ്റെ പാപം, വരുംകാല പാപം, നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സിൻസും ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. എഫെസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും നിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. കാരണം 20%, 20% മാത്രമേ ഒരു മനുഷ്യൻ്റെ ബ്രെയിന് സത്യത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ പഴയ നിയമത്തിനകത്ത് ഈ ആദവും ഹവ്വായും, ആദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പകുതിയും മണ്ണിൻ്റെ പകുതിയുമായിട്ടാണ് ഒരു മനുഷ്യൻ സൃഷ്ടിച്ചത്. ഹവ്വ എന്ന് പറയുന്നത് പുരുഷൻ്റെ പകുതിയും മണ്ണിൻ്റെ പകുതിയും, അല്ലെങ്കിൽ 2 മോൾഡിൽ നിന്നാണ് എടുത്ത് സൃഷ്ടിച്ചത്. ഞാനൊരിക്കൽ എൻ്റെ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഹവ്വ ആദത്തിന് ഇമോഷനിലല്ല, ഇവർക്ക് ഇമോഷൻ ഇല്ലായിരുന്നു. ആദത്തിന് ഇമോഷൻ ഇല്ലായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ഇണകളിൽ നിന്നും ജോഡികളെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്, നമ്മൾ ബൈബിൾ വായിക്കും. എന്നാൽ അത് ഓർത്ത് ആദത്തിന് ഇണയെ തക്കതായ തുണ കിട്ടിയില്ലെന്നുകൊണ്ട് ആദം സങ്കടപ്പെട്ടില്ല. ഇന്ന് വിവാഹം നടന്നില്ല എന്ന് പറഞ്ഞ് സങ്കടമാണ്, വിവാഹം നടന്നാൽ അതിനേക്കാൾ സങ്കടമാണ്, വിവാഹം നടന്നു കഴിഞ്ഞ് ഒരു ഡൈവേഴ്സായാൽ അതിനേക്കാൾ സങ്കടമാണ്. കാരണം നമ്മൾ ഇമോഷൻസിലാണ് ജീവിക്കുന്നത്. ഹ്യൂമൻ ബീയിങ് ഇമോഷനിലാണ് ജീവിക്കുന്നത്. അവൻ്റെ ഇമോഷൻ ഡിപ്പെൻഡ് ആയിരിക്കുന്നത് അവൻ്റെ സാഹചര്യം, പരിസരങ്ങൾ, അവൻ്റെ കുടുംബം, അവൻ്റെ ലവ്, അവൻ്റെ പെയിന്, അവൻ്റെ ഹാപ്പിനെസ്, അവൻ്റെ സാഡ്, എല്ലാ ഇമോഷൻസിലാണ് അവൻ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ദൈവം ഒരിക്കലും ആദത്തിനെ ഇമോഷനിലല്ല സൃഷ്ടിച്ചത്. എങ്കിൽ ആദം അവിടെ ഇരുന്ന് കരയണമായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്ക്, ആദം അവിടെ ഇരുന്ന് കരയണമായിരുന്നു. ദൈവത്തിന് തോന്നി അവൻ തനിയിരിക്കും നല്ലതല്ല. അങ്ങനെ അവന് ഇമോഷൻസ് ഉള്ള ഒരു സ്ത്രീയെ കൊടുത്തു. അതാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടല്ലേ പുള്ളി പറഞ്ഞത്, നീ തന്നു ഞാൻ തിന്നു. അപ്പോൾ ഈ ഇമോഷനുള്ള ഒരു സ്ത്രീയെ കൊടുത്തു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ അതിനെ കൃത്യമായിട്ട് എടുത്തുതരാം. ഞാൻ ഒരിക്കൽ അതിനെക്കുറിച്ച് ലൈവ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആദത്തെ സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ മനുഷ്യന് ഇമോഷനല്ല. ഈ ആദത്തിൻ്റെ ഒരു പ്രശ്നം, ആദം എവിടെ ചെന്ന് നെഗറ്റിവിറ്റി ഉള്ള സ്ഥലത്ത് പോയാലും അവിടെ പോസിറ്റിവിറ്റി ആവും. കാരണം ഇവനിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. ഇവൻ ഒരു നാശമായ ഒരു മരത്തിൻ്റെ മുമ്പേ, ഒരു ഉദാഹരണം പറയുവാണ്, മുമ്പേ പോയാൽ ആ മരം തിരിച്ച് ലൈഫിലേക്ക് വരും. ചില ആൾക്കാർക്ക് കഴിവുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാർ, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ അവർ ഒരു ഇല മാത്രമേ ചിലപ്പോൾ അതിൽ കാണത്തുള്ളൂ, ഒരു പച്ച ഇല. അവർ പക്ഷേ ആ ചെടിയെ കിളിർപ്പിച്ചു കൊണ്ടുവരും. കാരണം അവർ കിളിർപ്പിച്ച് അതിനെ വളമൊക്കെ ഇട്ട് അതിനെ പ്രോസസ്സിങ് ചെയ്ത് കൊണ്ടുവരിക. ഇത് പക്ഷേ ആദത്തിന് അങ്ങനെയല്ല. ആദത്തിൻ്റെ ലൈഫ് വേറെ സ്റ്റൈലാണ്, ദൈവിക സ്റ്റൈലാണ്. കാരണം ആദത്തിന് ഇമോഷൻസ് ഇല്ല. കർത്താവായ ദൈവം പറഞ്ഞു, നീ ഇത് തിന്നുന്ന നാളെ മരിക്കും. ആദം മരിച്ചില്ല, ഹവ്വ മരിച്ചില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് 140 കർത്താവിന് ഒരു ദിവസം 1000 ദിവസം പോലെയാണ്. അതുകൊണ്ട് 1000 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചെന്ന്. വെറും വിഡ്ഢിത്തരമാണ്. കാരണം അവരെ ഉണ്ടാക്കി പറയുന്നതാണ്. മരിക്കും എന്ന് പറഞ്ഞാൽ ഇമോഷണലി അവൻ അതിലോട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇമോഷണലി ആണ് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു മരണം നടന്നാൽ നമ്മൾ സങ്കടപ്പെടുന്നു, ഒരു കാര്യം നടന്നാൽ നമ്മൾ ഇമോഷണലാകുന്നു, വീട്ടിനകത്ത് ഒരു പ്രശ്നം നടന്നാൽ ഉടനെ ഇമോഷണലാകുന്നു, നമ്മുടെ അരിശം ശരീരം കൊണ്ട് തീർക്കുന്നു. എന്ത് നമ്മുടെ ഉള്ളിൽ അഫക്റ്റ് എമോഷൻസ് വന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. ഇല്ലേ? ഞാൻ പറയുന്ന ആർക്ക് ഖണ്ഡിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളിപ്പോൾ, ഞാൻ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദേഷ്യം വന്നാൽ അത് ഇമോഷണൽ പെരുമാറുന്ന നിങ്ങളുടെ ശരീരം കൊണ്ട്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇമോഷണലി അല്ല,
മനുഷ്യനെ സൃഷ്ടിച്ചത് സാധാ ഒരു ദൈവിക മനുഷ്യനായിട്ട്, സ്പിരിച്വൽ മാനായിട്ട്. അതുകൊണ്ടല്ലേ പഴയ ആദാം തോറ്റുപോയി പുതിയ ആദാം ജയിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ കാണിക്കുന്നു. കർത്താവിനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും. ഈ ബൈബിളിലൊരു മനോഹരമായൊരു സന്ദേശമുണ്ട്, അറിയാമോ? യേശു ക്രിസ്തു മറിയുടെ ഉള്ളിൽ വന്ന് പ്രത്യക്ഷ. നമ്മൾ നാളെ ഈസ്റ്റർ പലരും ആഘോഷിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്നത് നല്ലതാണ്, ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, ഈസ്റ്ററിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഈസ്റ്റർ ആഘോഷിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ക്രിസ്തുവിലാണോ, നിങ്ങൾ ക്രിസ്തുവിനെ വർദ്ധിപ്പിക്കുന്നവരാണോ, അതോ ഈസ്റ്ററിന് മാത്രം യേശു ക്രിസ്തുവിനെ ഓർക്കുന്നവരാണോ എന്ന് മാത്രം ചിന്തിക്കുക. ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പേ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഞാനത് വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായത് വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നതുമില്ല. നമ്മുടെ അടുക്കൽ ദൈവം വന്ന് ബൈബിളിൽ കൂടെ പറയുകയാണ്, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ കൂടെ പറയുകയാണ്, നിങ്ങളുടെ സകല കാര്യങ്ങൾ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഉദാഹരണങ്ങളാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ചിലർക്ക് കഥ പറഞ്ഞാലേ മനസ്സിലാകും, ഭയങ്കരമായിട്ടിരിക്കും. ഞാൻ കഥ കേട്ടാൽ മിണ്ടാതെ അടുക്കൽ ചെന്നിരിക്കും. എത്ര പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും പറഞ്ഞാലും ഞാൻ ചെന്നിരിക്കും. കാരണം ഞാൻ കുട്ടിത്തം മാറാത്തൊരു മനുഷ്യനാണ്. ഞാൻ ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു വാക്യം പറയാം. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ പുതിയ ഈ കാലഘട്ടത്തിൽ പഠിച്ചു വെച്ചൊരു വേർഡാണ്. ഈ ഇരിക്കുക എന്ന പൊസിഷൻ യഥാർത്ഥത്തിൽ ഒരു രാജാവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാരസ്ഥനായിരിക്കുന്നതാണ്. അവൻ ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ശാശ്വതവാസിയുമായ ദൈവമായി നിങ്ങളുടെ മധ്യേ ഇരിക്കും എന്ന് യെശയ്യാവിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുള്ള ഒരു കിങ് ഇരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഇരിക്കുന്ന ആൾക്കാർ ഈ അകത്തിരിക്കുക, ആ രാജാവ് ഇരിക്കുക. പക്ഷേ പുറത്ത് നടക്കുന്ന സംഭവം എന്നറിയാമോ? 70% ഈവിൾ നെഗറ്റിവിറ്റിയിൽ മനുഷ്യൻ ഭരിക്കപ്പെടുകയാണ്. നിങ്ങൾ ദരിദ്രരല്ല എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചാലും നിങ്ങളുടെ 70 അല്ലെങ്കിൽ 80% നിങ്ങളുടെ നാച്ചുറൽ മാൻ പറയും, ഇല്ല, ഞാൻ സാഹചര്യം നോക്കിയിട്ട്, വീട് നോക്കിയിട്ട്, പേഴ്സിനകം നോക്കിയിട്ട്, നമ്മളിതൊക്കെയാണല്ലോ അളക്കുന്നത്. നമ്മുടെ ബാങ്ക് ഗൂഗിൾ പേ നോക്കിയിട്ട് നമ്മൾ പറയും, നോ, ഞാൻ ദരിദ്രനാണ്. കർത്താവ് പറയും, നീ സൗഖ്യമുള്ളവനാണ്, നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു. ക്രിസ്തു യേശു ഉയർക്കപ്പെട്ട ക്രിസ്തു ഇരിക്കുന്ന ബോഡിയിൽ രോഗമിരിക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞാൽ 80% ഉള്ള ബോഡി, അല്ലെങ്കിൽ നന്മതിന്മയുടെ വൃക്ഷം കഴിച്ച ആ നന്മതിന്മയുടെ സ്വഭാവ ഗുണമുള്ള ബോഡി, 70 അല്ലെങ്കിൽ 80% നെഗറ്റിവിറ്റി മാത്രം അബ്സോർബ് ചെയ്യുന്ന ബോഡി, ബാക്കി 20% ഹിഡൻ ചെയ്തിട്ട് പറയും, 80% എന്താ പറയുക, തിന്മ മാത്രം ചിന്തിക്കുന്ന ശരീരം പറയും, ഇല്ല, ഞാൻ രോഗിയാണ്. കാരണം ഡോക്ടറിൻ്റെ കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ശരീരം അത് കാണിക്കുന്നുണ്ട്, എനിക്ക് തളർച്ചയുണ്ട് എൻ്റെ ശരീരത്തിന്. പക്ഷെ ദൈവം പറയും, ഇല്ല. കാരണം ദൈവത്തിന് ഇമോഷൻ ഇല്ല. ദൈവത്തിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്നേക്കും സത്യമായിരിക്കും. കർത്താവ് സകല മനുഷ്യരും പാപം നീക്കി എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും പാപം നീക്കി. അത് വിശ്വസിക്കാൻ ഇവിടുത്തെ മതഗ്രന്ഥങ്ങളും മതത്തിൻ്റെ ആൾക്കാരും തയ്യാറല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഈ പൗലോസ് പറയാറുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ ഉരുവാകണം. ആ പൗലോസ് തന്നെ പറയുകയാണ്, അത് എവിടെ കിടക്കുന്ന പറയുമ്പോൾ ഗലാത്യർ 4:19,
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് അതിൻ്റെ അടുത്ത വേറൊരു ഭാഗത്തേക്ക് എഫെസ്യർ 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചും കൊണ്ടും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. മനസ്സിലായോ? നമ്മൾ ഒന്ന് ഉരുവാകണം, രണ്ടാമത് ക്രിസ്തുവിൽ വളരണം. വളർന്നു കഴിയുമ്പോൾ ഈ 80% നമ്മളെ നെഗറ്റിവിറ്റിയിൽ ജീവിക്കുന്ന ബ്രെയിന് അല്ലെങ്കിൽ നമ്മളെ ബോഡി, അതിനനുസരിക്കുന്ന ബോഡി ക്രിസ്തുവിൻ്റെ വളർച്ച നിമിത്തം ഈ ക്രിസ്തുവിൻ്റെ വളർച്ചയിൽ കൂടി തിന്മയെ മുഴുവനും നന്മയാക്കി മാറ്റിക്കളയും. നെഗറ്റീവുള്ള മൈൻഡ് സെറ്റിനെ പോസിറ്റീവുള്ള മൈൻഡ് സെറ്റാക്കി മാറ്റും. പഴയ ആദാം തോറ്റുപോയെടുത്ത് ക്രിസ്തു എന്ന യഥാർത്ഥ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ആദം അകത്തിരുന്ന് നിങ്ങളെ പുതിയ ആദത്തിൻ്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ എഫെസ്യ ലേഖനം 4:12 വാക്യമുണ്ട്. മനോഹരമായൊരു വാക്യമാണ് അത്. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം എന്നൊരു വാക്യമുണ്ട്. ടിൽ വി കം ദ യൂണിറ്റി ഓഫ് ദ ഫെയ്ത്ത് ആൻഡ് ഓഫ് ദ നോളജ് ഓഫ് സൺ ഓഫ് ഗോഡ് അണ്ടു എ പെർഫെക്റ്റ് മാൻ. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, അണ്ടു എ പെർഫെക്റ്റ് മാൻ, അണ്ടു ദ മെഷർ ഓഫ് സ്റ്റാച്വർ ഓഫ് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം വളരണമെന്നല്ല, ക്രിസ്തു എന്ന പുരുഷത്വത്തിലേക്ക് നിങ്ങൾ വളർന്നെത്തണം. അപ്പോൾ മാത്രമേ, ആ പുരുഷത്വമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 80% നിങ്ങളുടെ ബ്രെയിൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ മാനാകും. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ വെള്ളയും കറുപ്പും ഇട്ട്, അല്ലെങ്കിൽ വെള്ളയും ഇട്ട് ബൈബിളും എടുത്ത് പള്ളിയിൽ പോയി ആരാധിക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി. പക്ഷേ യേശു ക്രിസ്തു പറയുന്ന സ്പിരിച്വാലിറ്റി ക്രൈസ്റ്റ് അകത്ത് ഉരുവായിട്ട് ക്രിസ്തുവിൻ്റെ അളവിനാൽ, അല്ലെങ്കിൽ എഴുതിക്കുന്ന വാക്യം വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്ന അറിവും പരിജ്ഞാനം എന്ന് പറയുന്ന പ്രവൃത്തിയുമാണ്. ആ അറിവിൽ നിന്നുള്ള പ്രവൃത്തി. പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും നിങ്ങൾ വരണം. ഈ പുരുഷത്വം എന്ന് പറയുന്ന വാക്യത്തിലല്ല, പുരുഷത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ആ ഒരു മെഷർമെൻറ്റിലേക്ക് നിങ്ങളുടെ ബോഡി എത്തുമ്പോൾ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രൈസ്റ്റ് നിറഞ്ഞു വരുമ്പോൾ, അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല, നിറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള ഈ മൈൻഡ് പറയുന്നത് പോലെ നടക്കുന്ന നിങ്ങളുടെ സ്വഭാവം മാറി ക്രിസ്തു പറയുന്നത് പോലെ നടക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയ എന്തിനാണ് ഈ ദൈവമേ ഈ ഭൂമി ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാ കർത്താവ് ഞാൻ ഈ ഭൂമി ജനിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ വളർത്തി നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ശരീരം ക്രിസ്തുവിനെ പോലെ ആക്കി ജീവിക്കാൻ ദൈവം തരുന്ന പെർമിഷനാണ് ക്രിസ്തുവിൻ്റെ ഉരുവാകൽ. രണ്ടാമത്, ക്രിസ്തു നിങ്ങളിൽ വളർച്ച പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ 80% നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവിലേക്ക് വരും. പിന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റിയുള്ള നിങ്ങളുടെ ബോഡി ഒരിക്കലും പോസിറ്റിവിറ്റിയുള്ള ബോഡി ഒരിക്കലും നെഗറ്റിവിറ്റിയിലേക്ക്, തെറ്റായ ചിന്താഗതിയിലേക്ക്, തിന്മയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ചിന്തിക്കത്തില്ല. ജീവിതത്തിൻ്റെ മുമ്പിൽ എന്ത് തിന്മ വന്നാലും ഉടനെ അത് നന്മയായി മാറ്റാൻ നിങ്ങളുടെ വായ്ക്ക് ബലം തരും. ഇനി ആ വാക്യം വായിച്ചു നോക്കി അറിയാം, നിങ്ങളുടെ വായ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത് എങ്ങനെ? അകത്ത് നിറയുമ്പോൾ. ഞാൻ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 2:14 എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലോകത്തിലെ മനുഷ്യനെ നോക്കരുത്, നിങ്ങൾ തന്നെയാണത്. അത് അവന് പോഷത്വമാകുന്നു. ഈ പ്രാകൃത മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മുടെ 80% നമ്മുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന നന്മയും തിന്മയും എന്ന ഇമോഷൻ, നന്മയും തിന്മയും എന്ന
ഈവിൾനെസ്, നന്മയും തിന്മയും എന്ന നെഗറ്റീവ് ഫീൽ, നന്മയും തിന്മയും എന്ന നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിനെതിരായിരിക്കുന്ന ഇമോഷൻ, നമ്മളെ മരിച്ചു കൊണ്ടിരിക്കുന്ന, കൊന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുദിനം ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഇമോഷൻസാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഉപദേശവും അല്ലെങ്കിൽ ആ 20% ദൈവിക സത്യത്തെ എതിർത്ത് നിൽക്കുന്നത്. അല്ലാതെ ദൂരെ എവിടെ നിന്നോ വന്ന് 2 കൊമ്പും ഒരു വാലും ഒക്കെ വെച്ച സാത്താനെന്ന് പേരിട്ട് നിങ്ങൾ പറയുന്ന ആളല്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദുഷ്ടൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ, ഞാനൊരു വാക്യം പഴയ നിയമത്തിനകത്ത് കയ്യീനോട് ദൈവം പറയുന്നുണ്ട്, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. പാപം, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. വാതിൽ എവിടെയാണെന്നറിയാമോ? ഒരു മനുഷ്യൻ്റെ മൈൻഡാണ്. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. അതാണ് നന്മതിന്മയുടെ മരണം. നന്മതിന്മയുടെ വൃക്ഷഫലം കഴിച്ചതിൻ്റെ അന്ന് അവൻ മരിച്ചെന്ന്. പഴയ നിയമത്തിനകത്ത് നന്മതിന്മ ഒരു വൃക്ഷത്തിൽ, ഒരു മരത്തിന്മേൽ തൂങ്ങിക്കിടന്നു. പുതിയ നിയമത്തിനകത്ത് ക്രിസ്തു എന്ന ആ ന്യായപ്രമാണം തൂങ്ങിക്കിടക്കുകയാണ്. പഴയ നിയമത്തിൽ ഭക്ഷിക്കുന്നവരെല്ലാം നന്മതിന്മയെന്ന മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ ഭക്ഷിച്ച യഹൂദൻ മരിച്ചുപോയപ്പോൾ ക്രിസ്തു എന്ന ആ ഒരു 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 പുത്രനെ, ദൈവപുത്രനെ ഭക്ഷിച്ച നമ്മൾ ജീവനോടെ ഇരിക്കുന്നു. നമ്മൾ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കാത്തൊരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ ഈ ലോകത്ത് നായ്ക്കളെ പോലെ മരിക്കും. അവൻ്റെ സ്പിരിറ്റ് ഒരിടത്ത് എത്തത്തില്ല. അപ്പോൾ നമ്മൾ പറയാം അലഞ്ഞിരിഞ്ഞടക്കും. അലഞ്ഞൊന്നും ചെയ്യത്തില്ല. അവൻ ആത്മാവ് മരിച്ചവനായതുപോലെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തു നമുക്ക് ദാനമായി തന്നത് നിത്യജീവനാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ നിന്ന് പോയാലും ക്രിസ്തുവിലെ പോലെ വാഴാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒരു ദിവസം എടുത്തുതരാം. ഈ മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുകയാണ്, യു ആർ എ ബ്ലെസ്സിങ്. പക്ഷെ നമ്മുടെ മൈൻഡ് ഒരിക്കലും വിശ്വസിക്കത്തില്ല. നമ്മുടെ മൈൻഡ് എപ്പോഴും പറയുന്നത് നമ്മളൊരു കഴിവ് കെട്ടവനാണ്, നമ്മൾ കൊള്ളാത്തവനാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന മൊത്തം ഈ നന്മ തിന്മയുടെ സ്വഭാവം നമ്മളുള്ളതുകൊണ്ടാണ്. ഇത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം അന്ത്യം വരെയും ആ മരണത്തിൻ്റെ സ്വഭാവം അവന് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ജീവിക്കുന്ന ഇമോഷനില്ല. പണമില്ലെങ്കിൽ സങ്കടം വരും. വീട്ടിലൊരു അനർത്ഥം വന്നാൽ സങ്കടം വരും. മനുഷ്യനാ സങ്കടം വരും. ചില ആൾക്കാർ കേൾക്കാറുണ്ട്, ദൈവമുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ കിടക്കുമ്പോൾ ദൈവമുണ്ടോ? ദൈവം ഉണ്ടോ എന്ന് കേൾക്കുന്ന ആൾക്കാർ, ദൈവം ഇല്ലയോ എന്ന് കേൾക്കുന്ന ആൾക്കാർ, ദൈവമുണ്ടോ എന്ന് പറയുന്ന ആൾക്കാർ, ഇവരെല്ലാവരും പറയുന്ന ഇമോഷനില്ല. സങ്കടം, ദുഃഖം, നഷ്ടം, വേദനകൾ, സന്തോഷം, ആഹ്ലാദം, ഇതെല്ലാം വരുന്നത് ഇമോഷനിലാണ്. മനുഷ്യൻ ഇമോഷണലി ജീവിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിത്വമാണ്. ദൈവം അവനെ സൃഷ്ടിച്ചത് ഇമോഷണലി അല്ലതാണ്. 100% പറയാം, നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് ഇമോഷണലി ജീവിക്കാനല്ല, സ്പിരിച്വലി ജീവിക്കാനാണ്. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് 80% നെഗറ്റീവ് ഫീൽ, ലോകം മൊത്തം കണ്ട് നെഗറ്റീവിൽ ജീവിക്കാനല്ല, നിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെ നന്മയാക്കാനുള്ള കപ്പാസിറ്റി ക്രിസ്തു നിനക്ക് തരാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇരുട്ടാണെങ്കിൽ വെളിച്ചം വരും. കാരണം നിങ്ങളുടെ അകത്ത് നിങ്ങൾ അധികാരമുള്ള ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ, നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നിരപ്പാവും. കാരണം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ, അധികാരമുള്ള ക്രിസ്തു ഇരിക്കുന്ന കാലത്തോളം നിങ്ങളിലുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ നേച്ചർ മാറ്റണം, നിങ്ങളുടെ അന്തരീക്ഷം മാറ്റണം, നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറ്റണം, നിങ്ങളുടെ ജോലി സാധ്യതകൾ മാറ്റണം, നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫ് മാറ്റണം. വിവാഹം കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ അതിനെ ഓർത്ത് സങ്കടപ്പെട്ട് നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ശരീരം എല്ലാം സങ്കടപ്പെട്ട് നിങ്ങൾ ഒരിടത്ത് ഇരിക്കരുത്. നിങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങണം. ക്രിസ്തു യേശുവിൽ എൻ്റെ വിവാഹം ഈ വർഷം നടക്കുമെന്ന് കൽപ്പിക്കാൻ തുടങ്ങണം. ഞാൻ രോഗിയാണെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ
ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഭാരപ്പെട്ടൊരിടത്ത് ഇരിക്കരുത്. നിങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങണം. കാരണം അകത്തിരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട മരണത്തെ ജയിച്ച ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ വഹിക്കും കാലത്തോളം ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നിങ്ങൾ, ആ പുരുഷത്വം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ അളവാണ്. ആ മെഷർമെൻറ്റിൽ നിന്ന് നിങ്ങൾ കൽപ്പിക്കണം. കൽപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മാറാരോഗി മരണം കാത്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ കൽപ്പിച്ചാൽ ക്രിയേറ്റായി വരും. നിങ്ങളുടെ കുടുംബം ഡൈവേഴ്സിലാണെങ്കിൽ കൽപ്പിച്ചാൽ അത് യഥാസ്ഥാനപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരമാണെങ്കിൽ യഥാസ്ഥാനപ്പെടും. കാരണം നിങ്ങൾ പറയുന്നത് സംഭവിക്കും. കാരണം നിങ്ങൾ 20% വിശ്വസിക്കുമ്പോൾ ബാക്കി 80% കൂടെ 100 മാറുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ശ്രമിച്ചു നോക്ക്. ദരിദ്രനാണ് നിങ്ങളുടെ ശരീരം പറയും, നിങ്ങളുടെ 80% ശരീരം പറയും ദരിദ്രനാണ്, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളുടെ ലൈഫിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പഴയകാലം എടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയണം, നോ, ഞാൻ ക്രിസ്തുവിൽ നിന്ന് പുതിയ സൃഷ്ടിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപനം. നിങ്ങൾ പ്രഖ്യാപിക്കും തോറും നിങ്ങൾ ആദത്തിന് ദൈവം സൃഷ്ടിച്ച സ്റ്റൈലിലേക്ക് നിങ്ങൾ വരികയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇതെടുത്തത് നമ്മുടെ നേച്ചർ ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് യേശു ക്രിസ്തു ഫ്ലഷിൽ പ്രത്യക്ഷപ്പെട്ട് ഇമോഷണലി ഭൂമിയിൽ ജീവിച്ചത്. ഇമോഷണലി ജീവിച്ച് അവൻ ക്രിസ്തു നേരെ ആ ഹൈലി ഫേവേർഡായിട്ടുള്ള പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മളെ ക്രിസ്തു ജീവിച്ച ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഉയർപ്പിൻ്റെയും ഈ പീഡാനുഭവത്തിൻ്റെയൊക്കെ യാത്രയിലേക്ക് പോകുന്നതും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളിത് തിരിച്ചറിയുന്നില്ല എങ്കിൽ നിങ്ങളെ ചെയ്യുന്നത് മൊത്തം വ്യർത്ഥമാണ്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് വരുമോ? ഒരു പൗലോസ് മതപരമായി ജീവിച്ചൊരു മനുഷ്യനാണ്. പൗലോസിൻ്റെ ഉള്ളിലേക്ക് തിരുവെഴുത്ത് പറയുന്നു, 3-ാം നാൾ അവൻ്റെ കണ്ണിലേക്ക് ദൈവത്തിൻ്റെ അരുമ ശിഷ്യനായ പൗലോസ് ഇരിക്കുന്ന സമയം തൻ്റെ അടുക്കൽ അനന്യാസ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ വീഴുന്നത് പോലെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. അത് ചെതുമ്പലല്ല, തൻ്റെ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ വിഷൻ മാറ്റുന്ന മെസ്സേജ് ആയിരിക്കട്ടെ ഇത്. യേശുക്രിസ്തുവിൻ്റെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇവിടുത്തെ പല കുടുംബങ്ങളുടെ അകത്തും അനർത്ഥങ്ങൾ വിളയാടുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അനർത്ഥത്തെ ഇരുട്ട് മാറി വെളിച്ചം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി വെളിച്ചമാകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ദൈവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഇരുട്ട് മാറി നിങ്ങൾ ഫുൾ പോസിറ്റീവ് എനർജിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ സാഹചര്യങ്ങളെ വെളിച്ചമാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനെ വെളിച്ചമാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും വെളിച്ചമാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയില്ലയോ, ജോലിയെ നിങ്ങൾ കൽപ്പിച്ചാൽ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കും. ജോലിയെ കൽപ്പിച്ചിട്ട് വീട്ടിൽ മാത്രം ഇരുന്നാൽ പറ്റത്തില്ല. ജോലിയെ കൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യണം. രോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ ഓർത്ത് കരയരുത്, അതിനെ കൽപ്പിക്കണം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശരീരം വഹിക്കുന്നവനാണ്, എൻ്റെ മേൽ രോഗമിരിക്കത്തില്ലെന്ന് കൽപ്പിക്കണം. നമ്മുടെ 80% നമ്മുടെ ബോഡി കള്ളം മാത്രം വിശ്വസിക്കാനിരിക്കുമ്പോൾ നമ്മളതിനെ എതിർക്കുമ്പോൾ അത് നമ്മളെ വിട്ടുമാറും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ലൈവിലെ ഓർത്ത് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇത് യൂട്യൂബിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ ഷെയർ ചെയ്ത് ഈ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഈ ലൈവിലേക്ക് അവരെയും ക്ഷണിക്കുക എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുന്തോറും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്കത് കൊടുക്കുവാനും ലൈവ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായത് കിട്ടുവാനും എനിക്ക് ഷെയർ ചെയ്യാതെ തന്നെ കിട്ടുവാനും ദൈവം നിങ്ങൾക്ക് അനുവാദം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു.